വെൽക്കം ടു ജുലിനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പൈനാപ്പിൾ കേസരിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. നമ്മൾ സാധാരണ കേസരിയൊക്കെ ഉണ്ടാക്കാറുണ്ട്, എന്നാൽ പൈനാപ്പിൾ ഇട്ട് നമുക്ക് ഇന്നൊന്ന് കേസരി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നെയ്യ് മെൽറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കാഷ്യൂനട്ട് ഒരുവിധം മൂത്ത് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് മാറ്റാം. ഇതേ നെയ്യിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇനി ഈ റവ നമുക്ക് നന്നായിട്ടൊന്ന് ഇതിനകത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് റോസ്റ്റ് ചെയ്യാനായിട്ട്. റവയുടെ കളറൊന്നും മാറരുത് കേട്ടോ. അപ്പോൾ ഏകദേശം റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കടായിൽ നിന്നും ഇതൊന്ന് മാറ്റാം. ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് ഒരു കടായി വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ. നമ്മൾ പൈനാപ്പിൾ കേസരി ആണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പൈനാപ്പിൾ ഈ നെയ്യിൽ നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ, ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ പൈനാപ്പിൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇതിൽ കിടന്ന് നന്നായി മെൽറ്റായി വരണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. നല്ല വാസന വരുന്നുണ്ട് കേട്ടോ, നെയ്യുടെയും ആ പൈനാപ്പിളിൻ്റെയൊക്കെ. ആഹാ. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് തിളച്ച വെള്ളം വേണം ഒഴിക്കാനായിട്ട്. നമ്മൾ ഈ കപ്പിലാണല്ലോ റവ അളന്നെടുത്തത്, അപ്പോൾ ഇതേ കപ്പിൽ തന്നെ 3 കപ്പ് വെള്ളം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂട് വെള്ളം കേട്ടോ. കറക്റ്റ് 3 കപ്പ് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി റവ ഇതിനകത്ത് കിടന്നൊന്ന് വേകട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം കേസരി കളർ ഇട്ട് കൊടുക്കാം. ഫുഡ് കളർ ഒരു അല്പം ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് കുറച്ച് തിക്കായി ഇങ്ങനെ വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൂടെ നെയ്യിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ആ ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കണ്ടോ നമ്മുടെ കേസരി റെഡി ആയി കഴിഞ്ഞു. നെയ്യൊക്കെ നന്നായി ഇതിൽ പിടിച്ചു കണ്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ കേസരി റെഡി ആയിട്ടോ. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ
ഞാനൊരു ബൗളിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയാലോ. കണ്ടോ, നമ്മുടെ പൈനാപ്പിൾ കേസരി നല്ല സൂപ്പറായി വന്നു. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ കേസരി നമ്മൾ തയ്യാറാക്കിയില്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഇതിൽ നിന്ന് ഒരു കഷ്ണം ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. വീട്ടിലൊന്ന് കേട്ടോ, നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് എൻ്റെ അഭിപ്രായം പറയണം കേട്ടോ. അങ്ങനെ വളരെ ഈസി ആയിട്ടല്ലേ നമ്മൾ പൈനാപ്പിൾ കേസരി ഉണ്ടാക്കിയത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ കമൻസ് ബോക്സിൽ ഇടണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.